ഏഴാമത്തെ ശ്ലോകം. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗ അസക്ത വിശിഷ്യതേ. എന്നാൽ ആരാണോ അർജുന ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് അവൻ വിശിഷ്ടനാവും. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മള് മിഥ്യാചാരം, നമ്മളിതെല്ലാം ഇന്ദ്രിയങ്ങൾ കൊണ്ടെല്ലാം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും വെളിയിൽ നമ്മൾ വേറൊന്ന് ഭാവിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആ കാറ്റഗറി ആയിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. സരളമെന്ന് തോന്നുന്ന ഈ വരികളിൽ കർമ്മയോഗ ശാസ്ത്രം മുഴുവനുമുണ്ട്. ചിന്താ നിർവാഹക വിദ്യ അഥവാ ചിന്തകളുടെ ആയവ്യയ ഭരണം ആധുനിക ലോകത്തിന് അപരിചിതമായ ഒരു ശാസ്ത്രമാണ്. എന്നാൽ പ്രാചീനരായ ചിന്താ സമ്പദ് വിദഗ്ധർ ഒരു ആർഷഭാരത്തെ മെനഞ്ഞെടുക്കുകയും ആധ്യാത്മിക സംസ്കൃതിയുടെ സുവർണ യുഗത്തിലേക്ക് നാട്ടിൽ നയിക്കുകയും ചെയ്തു. ഇത് കർമ്മയോഗത്തിന്റെ ഒരു മെയിൻ ഇതാ പ്രിൻസിപ്പിൾ. ഇതാ കർമ്മയോഗം പറഞ്ഞേക്കുന്നത്. എന്നുവെച്ചാൽ ചിന്തകൾ നമ്മൾ വിചാരിക്കും എന്തുവാ, നമ്മൾ ഈ ചിന്തകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ എന്തുവാ ചിന്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുക. പക്ഷേ നമ്മൾ ഈ ചിന്തകളെയൊക്കെ നമ്മൾ വേണ്ട രീതി ചിന്തിച്ച് ഇങ്ങനെ ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത്. ഞാൻ എൻ്റെ വികാരത്തിൽ അടിമപ്പെട്ട് ചിന്തിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എൻ്റെ ജീവിതം ദുരിതത്തിലോട്ട് പോകും. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഉള്ളിലോട്ട് നോക്കുന്ന, നമ്മളെല്ലാം വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരെന്തോ പറയുന്നു, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെന്തോ, എനിക്ക് എന്നെക്കുറിച്ച് ധാരണയില്ല, മറ്റുള്ളവരെന്തോ വിചാരിക്കും. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് ചിന്തിക്കുമോ, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമോ? നമ്മളാരെങ്കിലും നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? നമ്മൾ ചിന്തിക്കും. എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താ ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മാറും, ബാക്കി ആർക്കും ഒന്നുമില്ലല്ലോ. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അക്കരെ പച്ച പോലെ ബാക്കി എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് മാത്രം എന്താ ഈ പ്രശ്നം? ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ. പക്ഷെ അത് നമ്മൾ കാണാതെ നമ്മൾ എല്ലാവരും വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മളിലോട്ട് നോക്കാതെ നമ്മൾ വെളിയിലോട്ട് നോക്കുക. പക്ഷെ അതാ പറഞ്ഞേ, സരളമെന്ന് തോന്നുന്ന ഈ വരികളിൽ കർമ്മയോഗ ശാസ്ത്രം മുഴുവനുണ്ട്. ചിന്തകളെ എങ്ങനെ നിർവഹിക്കണം, ഇതൊരു വിദ്യയാണ്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെ ചിന്തിക്കണോ അങ്ങനെ ചിന്തിക്കണോ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ എങ്ങനെ ചിന്തിക്കണം നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, ഒരു കുറവുമില്ല. ഇല്ലയോ? നമ്മളിങ്ങനെ ചിന്തിച്ചോ, എന്ത് ചിന്തകളാ, നമുക്ക് എപ്പോഴും ചിന്തകളാ. വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോ പോലും ചിന്തകളാ, ഇല്ലയോ? നമുക്ക് സത്യം ഇതൊക്കെ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാ. നമ്മുടെ മനസ്സിങ്ങനെ എവിടൊക്കെയോ പൊയ്ക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ മെക്കാനിക്കലായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ്. കാരണം നമ്മൾ മാറി പരിശീലിച്ചിട്ടില്ല. ഇപ്പോഴാരൊക്കെ തുടക്കം കുറിക്കുന്നു. ചിന്തകളെ എങ്ങനെ നിർവഹിക്കണമെന്ന വിദ്യ, അതാ ആധുനിക ലോകത്തിന് അപരിചിതമായ ഒരു ശാസ്ത്രമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അതിനെക്കുറിച്ച് അതൊരു ശാസ്ത്രമാണ്. ഈ ചിന്തകളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്, ഞാൻ അതിനെക്കുറിച്ച് ധാരണ വേണം. എന്നാൽ പ്രാചീനരായ ചിന്താ സമ്പദ് വിദഗ്ധർ എന്ന് വെച്ചാൽ ഋഷിമാർ ഒരു ആർഷഭാരത്തെ മെനഞ്ഞെടുക്കുകയും ആധ്യാത്മിക സംസ്കൃതിയുടെ സുവർണ യുഗത്തിലേക്ക് നാടിനെ നയിക്കുകയും ചെയ്തു. ബാഹ്യപ്രപഞ്ചത്തിലെ വിഷയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ഗ്രഹിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നതും പോഷിപ്പിക്കുന്നതും. ബാഹ്യപ്രപഞ്ചത്തിലെ വിഷയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ഗ്രഹിച്ച് മനസ്സ് പ്രവർത്തിക്കുന്നതും പോഷിപ്പിക്കുന്നതും. മനസ്സ് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ബഹിർഗമിച്ച് വിഷയവസ്തുക്കളുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയങ്ങൾ അതത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണ പരിധിയിൽ ഇരുന്നാലും മനസ്സ് സഹകരിക്കാത്ത പക്ഷം ഇന്ദ്രിയങ്ങൾക്ക് അവയെ ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ വായനയിലും മറ്റും മുഴുകിയിരിക്കുമ്പോൾ ആരെങ്കിലും അടുത്ത് വന്ന് വിളിച്ചാൽ പോലും നാം കേൾക്കാത്തത്. ഇത്തരം ദൃഷ്ടാന്തങ്ങൾ എത്രയോ ഉണ്ട്. നമ്മൾ എങ്ങനെയാ ഓരോ കാര്യങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതെന്ന് പറയുക. ആരാ ഈ അനുഭവിക്കുന്നത്? നമ്മൾ ആരാ? നമ്മൾ ഓരോരുത്തരും ആരാ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും ആരാ? കുറച്ചുകൂടെ ഉറച്ചു പറയാൻ പറ്റുമോ? ഒരു ജീവാത്മാവ്. നമ്മളെല്ലാരും ജീവാത്മാക്കളാ, ഇല്ലയോ? ഇപ്പോഴാണ് നമ്മൾ ജീവാത്മാവെന്ന് അറിയുന്നത്. ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പോ
നമ്മൾ ആരാന്ന് ചോദിച്ചാൽ നമ്മളാ. ഇതിൽ അതിലിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഈ ഗീത കുഞ്ഞമ്മയ്ക്ക് കേൾക്കാവോ? കുറച്ചുകൂടെ ഒന്ന് ഉറച്ച് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അയ്യോ, ഞാൻ ഭയങ്കര ഉറച്ചാ പറയുന്നേ. എനിക്ക് ചെവിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ചെവിയുടെ പ്രശ്നമല്ല, എന്റെ മൊബൈലിന്റെ പ്രശ്നമായിരിക്കും. നമ്മൾ ജീവാത്മാവ്, നമ്മൾ ഈ ജീവാത്മാവെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരാണ് ഈ ഞാനെന്ന് ചോദിച്ചാലും നമ്മൾക്ക് ഞാനാന്ന് പറയാവുന്നതിൽ കവിഞ്ഞ് നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് ജീവാത്മാവ് പരമാത്മാവ്. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയും നമ്മൾ ആത്മാവാ, ഞാൻ ആത്മാവാ, സോളാന്നൊക്കെ പറയും നമ്മള്. പക്ഷെ എന്തുവായി സോള്, എന്തുവാന്ന് ആത്മാവെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ ജീവാത്മാവാണ്. അപ്പൊ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ പരമാത്മ ചൈതന്യത്തിന്റെ അംശം എന്റെ വാസനയിൽ പ്രതിഫലിച്ചതാണ് ഞാൻ ജീവാത്മാവായിട്ട്. പ്രതിഫലിച്ചില്ലെങ്കിലോ അത് ജഡമായിട്ടിരിക്കും. ആ ജീവാത്മാവ് ഡോർമെന്റ്, ഗുപ്താവസ്ഥയിലിരിക്കും, ഡോർമെന്റ് ആയിട്ടിരിക്കും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവാത്മാവ് നമ്മൾ ഡോർമെന്റ്, ഒരു വിത്ത് പോലെ. വിത്തിന് ഒരു ഏതെങ്കിലും ഒരു ചെടിയുടെ വിത്ത്, ആ ചെടിയെ കാണാൻ പറ്റുമോ അതിനകത്തില്? ആ ചെടിയുടെ വളർന്നു വന്നാൽ ആ ചെടി എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ആ ചെടിയുടെ പൂവ് വരുന്ന ഏത് പൂവായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫലമാണെങ്കിൽ ഏത് തരത്തിലുള്ളതായിരിക്കും, മധുരമാണോ പുളിപ്പാണോ, ഒന്നും ആ വിത്തിനെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് പറയുന്ന പോലെ ഈ ജീവാത്മാവ് ഡോർമെന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ അത് ഈർപ്പത്തിൽ കൂടെയാണ് അതിന്റെ യാത്ര. അതിന്റെ ഈ സഞ്ചിത കർമ്മം അനുസരിച്ച് അത് ജനിക്കേണ്ട എവിടാണോ ജനിക്കേണ്ട ആ സാഹചര്യം എത്തുന്നവരെ അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കും, ഈർപ്പത്തിൽ കൂടാണ്. അപ്പൊ അത് അവിടെ യാത്ര ചെയ്ത് എവിടാണോ ജനിക്കേണ്ട അവിടെ ചെന്ന് ആ ഒരു അടുത്ത് നമ്മൾ പ്രകടമാവും, ഒരു ശരീരം എടുക്കും. അപ്പൊ ആ ശരീരം എടുക്കുമ്പോഴേ ആ ജീവാത്മാവ് എന്തിനാ ജന്മം എടുത്തേക്കുന്നേ? ജീവാത്മാവായ നമ്മളെല്ലാം എന്തിനാ ഏതോ സമയത്ത് നമ്മുടെ ഈ ഒരു നമ്മളെ ഓരോരുത്തരും ജനിച്ച സാഹചര്യത്തിൽ വന്ന് ജന്മം എടുത്തു. കഴിഞ്ഞ ജന്മം ഏത് ജന്മം നമുക്ക് അറിയത്തില്ല. ഈ ജന്മം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഞാൻ ആ ശരീരം വിട്ട് ഒരു വിത്തിന്റെ രൂപത്തിൽ വെച്ചാൽ ഒരു ബീജാവസ്ഥയിൽ അതിങ്ങനെ ഒഴുകി വന്ന് എവിടെയോ വന്ന് അതിന്റെ നമ്മുടെ സഞ്ചിത കർമ്മം അനുസരിച്ച് ഏത് സാഹചര്യത്തിൽ ഏത് അച്ഛനും അമ്മയ്ക്കാണ് ജനിക്കേണ്ടത് അവിടെ ഞാൻ എത്തിപ്പെട്ടു. ആദ്യത്തെ ആദ്യത്തെ ഒരു സെല്ലുണ്ടായി, ശരീരം എടുത്തു. ആ ശരീരം മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ ആ പരമാത്മ ചൈതന്യത്തിന്റെ ഇതിലും പഞ്ചഭൂതത്തിന്റെ പ്രസൻസിൽ, രണ്ടിന്റെയും പ്രസൻസിൽ ഈ ശരീരം മൾട്ടിപ്ലൈ ചെയ്ത് ജീവാത്മാവ് ശരീരം എടുത്തു. എന്തിനു വേണ്ടി ശരീരം എടുത്തു? അനുകൂല പ്രതികൂല അനുഭവങ്ങൾ. ഞാൻ പുണ്യവും പാപവും ചെയ്തിട്ടുണ്ട്, അതിൻ്റെതാ ഫലങ്ങൾ അനുഭവിക്കാനാണ്. ഞാൻ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അനുഭവവും, ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്ത അനുഭവം അനുഭവിക്കാനാണ് അതാണ് നമ്മുടെ പ്രാരബ്ധം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ഈ ഇഷ്ടാനിഷ്ടം എന്റെ ആഗ്രഹങ്ങളും ഉണ്ട് അതിനകത്തില്. കഴിഞ്ഞ ജന്മം നമുക്ക് എത്രയോ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയിട്ടുണ്ട്. ആ ആഗ്രഹങ്ങളെല്ലാം കൊണ്ട് വന്നിരിക്കുകയാണ് അനുഭവം. ഞാൻ പല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് പുണ്യവും പാപവും ഉണ്ട്. ഇതെല്ലാം അനുഭവിക്കാൻ അതിനെ ഈ സഞ്ചിത കർമ്മം പ്രാരബ്ധമായി മാറി. ആ സഞ്ചിത കർമ്മത്തിൽ ഒരു പാർട്ടാണ് എങ്ങനത്തുള്ള ശരീരം. എന്റെ ശരീരത്തിന്റെ ഘടന പോലും കറുത്തതാണോ വെളുത്തതാണോ, എല്ലാം അവയവങ്ങളോട് ഒരു ഡിഫക്റ്റ് ഇല്ലാത്തതാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് എന്റെ സഞ്ചിത കർമ്മമാണ്. അപ്പൊ ആ സഞ്ചിത കർമ്മത്തിൽ ഞാൻ ഒരു ശരീരം എടുത്തു. അപ്പൊ പിന്നെ ബാലൻസ് ഉള്ള അത് കുറച്ച് ശരീരമായി മാറിക്കഴിഞ്ഞു. ബാലൻസ് ഉള്ളത് പ്രാരബ്ധമാവുക. എല്ലാം പ്രാരബ്ധം ആവത്തില്ല, അങ്ങനെ പറയാൻ കഴിയത്തില്ല. കാരണം ഈ ശരീരം കൊണ്ട് എന്തൊക്കെ അനുഭവിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയുള്ള ബാക്കിയെല്ലാം സഞ്ചിത കർമ്മമായിട്ട് നിലനിൽക്കും. ഈ ശരീരം എടുത്തപ്പോഴും ഈ ശരീരം കൊണ്ട് എന്തെല്ലാം അനുഭവങ്ങൾ അനുഭവിക്കാമോ അത് എന്റെ പ്രാരബ്ധമാവുന്നു. അപ്പൊ ഈ പ്രാരബ്ധം പറഞ്ഞാൽ എന്തുവാ? സോ എനിക്ക് എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നിറവേറ്റാനും അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ ഞാൻ അനുഭവിക്കാനും, അനുകൂല പ്രതികൂല അനുഭവങ്ങളും അത് സാഹചര്യത്തിൽ കൂടെ ഉണ്ടാവുന്നു എടുത്തിരിക്കുക. അത് ഈ അനുഭവം എങ്ങനെ വരും ജീവാത്മാവിന്? ഞാൻ ഡോർമെന്റ് ആയിട്ടുള്ള ആ ജീവാത്മാവ് ഗുപ്താവസ്ഥയിൽ ഇരുന്നത് ഒരു ശരീരം എടുത്തു. ഈ ജീവാത്മാവിന് അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കുന്നേ? ഈ ജീവാത്മാവിനെ അനുഭവിക്കാനുള്ള ഈ ജീവാത്മാവെന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് അവിടെ ജനിച്ചത്? എന്റെ വാസന കാരണം. അത് ആ വാസനയാണ് ഇപ്പം ഇതിപ്പോ എന്റെ കാരണ ശരീരം. എന്റെ സഞ്ചിത കർമ്മമാണ് എനിക്ക് ഈ ജന്മത്തിന് കാരണമായത്. ആ വാസന ഇപ്പൊ എന്നിലുണ്ട്.
കുറച്ച് എന്റെ പ്രാരബ്ധമായി ബാക്കി സഞ്ചിത കർമ്മമായിട്ട് നിന്ന് ആ വാസന എന്നിലുണ്ട്, കർമ്മഫലം എന്നിലുണ്ട്. അതിനെയാണ് പറയുന്നത് എനിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കാരണ ശരീരമാണ്, അതാണ് എന്റെ ജന്മത്തിന് കാരണം. അപ്പോ ഈ ജീവാത്മാവിന്റെ ആദ്യത്തെ ശരീരം അവിടെ ഫോമായി. ഈ ശരീരത്തിലൂടെ കാരണ ശരീരമുണ്ട്. ഈ കാരണ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഈ അനുഭവങ്ങൾ ജീവാത്മാവ് അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കും? അതിന് വേറെ 2 ശരീരങ്ങൾ വേണം. ഒരു സൂക്ഷ്മ ശരീരവും വേണം, ഒരു സ്ഥൂല ശരീരവും വേണം. സൂക്ഷ്മ ശരീരം അവ്യക്തമാണ്, സ്ഥൂല ശരീരം വ്യക്തമാണ്. അത് ഈ സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ ചിന്തകൾ. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഇതിന്റെ കൂടെ നമ്മുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ കഴിവുണ്ട്. ചെവി, മൂക്ക്, നാക്ക്, തൊക്ക്, ഇതൊക്കെ ഇതിനുള്ള കേൾവി. ചെവി ഇങ്ങനെ ഇരുന്നാൽ കേൾക്കൂ. ആ ചെവി കേൾക്കാനുള്ളൊരു കഴിവുണ്ട്. കണ്ണിങ്ങനെ ഇരുന്നാൽ കണ്ണിങ്ങനെ കാണുമോ? ആ ഒരു കഴിവ് വേണം. പക്ഷെ ഇതിന്റെ എല്ലാം കഴിവുകൾ, ഇതിന്റെ എല്ലാം ഇതെല്ലാം ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. ഇപ്പൊ നമ്മള് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതാണ് എന്റെ സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരം കൊണ്ടും മാത്രം ഒക്കുവോ? പക്ഷെ നമ്മുടെ സ്ഥൂല ശരീരവും വേണം, കൈയും കാലും ഒക്കെ. ഈ ശരീരം ഉപയോഗിച്ചും മനസ്സ് ഉപയോഗിച്ചാണ് ഞാൻ ഈ അനുഭവങ്ങൾ. നമുക്കറിയാലോ, നമ്മൾ ഈ ശരീരം കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു, അതിന്റെ ഫലം എനിക്ക് വരുന്നു. ചിലപ്പം അനുകൂലം വരുന്നു, ചിലപ്പം പ്രതികൂലം വരുന്നു. അപ്പോ ഈ പ്രാരബ്ധം നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സ്ഥൂല ശരീരവും വേണം, സൂക്ഷ്മ ശരീരം വേണം. ഈ സൂക്ഷ്മ ശരീരം എന്തുവാ? എന്റെ മനസ്സാണ്. ഈ ജീവാത്മാവ് എങ്ങനെയാ അപ്പൊ നമ്മളിവിടെ അനുഭവിക്കുന്നേ? ഈ ജീവാത്മാവ് സൂക്ഷ്മ ശരീരമാവുന്ന സൂക്ഷ്മ ശരീരത്തിലുള്ള മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ ഈ ജീവാത്മാവ് ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. ഇതിലേ കൂടാണ് ഈ മനസ്സിനെ വെളിയിലോട്ട് വിടുന്നത്. സൂക്ഷ്മ ശരീരത്തിനെ ഇന്ദ്രിയങ്ങൾ വഴിയാണ് വെളിയിലോട്ട് വിടുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള വിഷയങ്ങളുമായിട്ട് അതിൽ എനിക്ക് ഏതൊക്കെയാണ് ഇഷ്ടം, ഏതൊക്കെയാണ് അനിഷ്ടം, അതൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുക. ഇപ്പം കഴിഞ്ഞ ജന്മം ഒരു വലിയൊരു കുടിയനായിട്ടുള്ള ഒരു മദ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു, ഒരു വാസന ഉണ്ടായിരുന്നിരിക്കട്ടെ. ഈ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടെ ഓരോ നമ്മൾ അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ എവിടെ കിട്ടും, നമ്മളിങ്ങനെ നമുക്കറിയാമല്ലോ, ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്, നമ്മുടെ ഈ ഇതിലെല്ലാം ഉണ്ട്, എല്ലാ വിഷയങ്ങളും ഉണ്ട് ഇവിടെ. അപ്പം ഏത് വിഷയത്തിലോട്ട് കോണ്ടാക്ട് വരുന്ന അതിലോട്ട് കയറി പിടിക്കുന്നു, അങ്ങനെ ഓരോന്നും. അപ്പം ജനിക്കുമ്പോൾ ഇതല്ലോ ഈ വാസന വളരെ ബാല്യത്തിൽ പ്രബലമല്ല. ശരീരം വളർന്നു വരുന്തോറും എന്റെ വാസനയും പ്രബലപ്പെട്ടു വരും. അതിനനുസരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഓരോ വിഷയങ്ങളെ ഞാൻ അനുഭവിക്കുമ്പോൾ എന്റെ വാസന അനുസരിച്ച് ഞാൻ ഓരോരുത്തരും ഓരോ രീതിയിലോട്ട് അങ്ങോട്ട് മാറും. അതങ്ങോട്ട് പ്രബലമാകാൻ തുടങ്ങും, വാസനകൾ പ്രബലമാകും. അപ്പം ഇത് എങ്ങനെ അതിന്റെ പ്രോസസ് നടക്കുന്നേ? ജീവാത്മാവ്, മനസ്സ്, അതൊരു ഉപകരണമാണ് ഇല്ലയോ? സൂക്ഷ്മ ശരീരം, പിന്നെ സ്ഥൂല ശരീരം, ഇന്ദ്രിയ. ഈ സൂക്ഷ്മ ശരീരത്തിലുള്ള സ്ഥൂല ശരീരത്തിലുള്ളതാണ് ഈ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്. ഇതിലേക്കൂടാണ് ജീവാത്മാവ് മനസ്സിനെ വിട്ട് ഈ പ്രപഞ്ചത്തിലെ വിഷയങ്ങളെ എല്ലാം മനസ്സിലാക്കി അനുഭവിക്കുക. അപ്പം ആ അനുഭവത്തിലോ എനിക്ക് ദുഃഖാനുഭവങ്ങളും വരും, സുഖാനുഭവങ്ങളും വരും. എന്റെ ആഗ്രഹം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ സുഖം വരും. ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും തട്ടിപ്പറിച്ചോണ്ട് പോയാൽ എനിക്ക് ദുഃഖം വരും, കോപം വരും, എനിക്ക് എല്ലാ വികാരങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ ജീവാത്മാവ് അനുഭവിക്കുന്നത് എങ്ങനെ? സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും വയ്ക്കുക. സൂക്ഷ്മ ശരീരത്തെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടാണ് വെളിയിലോട്ട് പോകുന്നത്. ഇന്ദ്രിയങ്ങളോട് വെളിയിൽപ്പെട്ടു പോയി. അപ്പം ഈ ഇന്ദ്രിയങ്ങളും മനസ്സും കണക്റ്റഡാണ്. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുക, ഇതിനോട് ഒരുമിച്ചിരുന്നാലേ അതിന്റെ അനുഭവം വരത്തുള്ളൂ ജീവാത്മാവിന്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ മനസ്സിരുത്തി വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൂടെ ആരെങ്കിലും പോയാൽ നമ്മൾ മനസ്സ് വളരെ വ്യാപൃതമാണ്. അതിലൂടെ ആരെങ്കിലും പോയാൽ പോലും നമ്മുടെ മുമ്പിൽ കൂടെ പോയാൽ, കണ്ണിൽ കൂടെ പോയാൽ പോലും കാണത്തില്ല. നമ്മൾ അടുത്തൂടെ പോയാൽ നമ്മൾ കണ്ടു കാണും, പക്ഷെ ആ മനസ്സ് സഹകരിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഏതിലോ ഒരു മനസ്സിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുക. അപ്പം
ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണം. ഈ കാണുന്നത് മനസ്സിനോട് ഗ്രഹിച്ചില്ലെങ്കിൽ, മനസ്സ് സഹകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അനുഭവമില്ല. ഞാൻ എവിടെ നമ്മൾ ചില ബുക്കൊക്കെ വായിച്ചു, അതാണ് അതിനകത്ത് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും വായിച്ചുകൊണ്ട് വളരെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ആരെങ്കിലും വന്നപ്പോൾ നമ്മൾ അറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ കണ്ടു, അവര് നമ്മുടെ മുമ്പിൽ കൂടെ, ഞാൻ എന്റെ മുമ്പിൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ കൂടെ അല്ലേ പോയി കണ്ടില്ലയോ ചോദിക്കും. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു കാണും, പക്ഷെ അവിടെ മനസ്സ് കോപ്പറേറ്റ് ചെയ്തില്ല. മനസ്സ് വേറെന്തിലോ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ കർമ്മത്തിന്റെ എല്ലാ രഹസ്യം. നമ്മള് ജീവാത്മാവ് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉപയോഗിച്ച് ഈ അനുഭവങ്ങളെ അനുഭവിക്കുക. സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിൽ കൂടെ, മനസ്സ് സ്ഥൂല ശരീരത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടെ പ്രപഞ്ച വിഷയങ്ങളിൽ പോയി വ്യവഹരിച്ച് ഞാൻ ഈ അനുഭവങ്ങൾ, അനുകൂല പ്രതികൂല അനുഭവങ്ങൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഈ ജീവാത്മ അനുഭവിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യവഹാരം. അപ്പൊ നമ്മൾ ഇതിനെല്ലാം ഗ്രഹിച്ചാൽ നമുക്ക് ഓരോന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതാണ് ഇവിടെ പറയുന്നത്. ബാഹ്യപ്രപഞ്ചത്തിലെ വിഷയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ഗ്രഹിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നതും പോഷിപ്പിക്കുന്നതും. മനസ്സ് ജ്ഞാനേന്ദ്രിയങ്ങളോട് ബഹിർഗമിച്ച് വിഷയവസ്തുക്കളുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയങ്ങൾ അതത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണ പരിധിയിൽ ഇരുന്നാലും മനസ്സ് സഹകരിക്കാത്ത പക്ഷം ഇന്ദ്രിയങ്ങൾക്ക് അവയെ ഗ്രഹിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ വായനയിലും മറ്റും മുഴുകിയിരിക്കുമ്പോൾ ആരെങ്കിലും അടുത്ത് വന്ന് വിളിച്ചാൽ പോലും നാം കേൾക്കാത്തത്. ഇത്തരം ദൃഷ്ടാന്തങ്ങൾ എത്രയോ ഉണ്ട്. അതാണ് നമ്മുടെ ഈ ചിന്തകളാണ്, നമ്മുടെ ചിന്തയും മനസ്സുമാണ് നമ്മുടെ ഈ ഇതിനെല്ലാം കാരണം. ഇത് ഈ അനുഭവങ്ങളുടെ എല്ലാം ബേസ് എന്തുവാ? എൻ്റെ ചിന്തകളും എൻ്റെ ഇന്ദ്രിയങ്ങളും, എൻ്റെ മനസ്സും എൻ്റെ ഇന്ദ്രിയങ്ങളും. അപ്പൊ ഇതിനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത് എപ്പോഴും. എൻ്റെ മനസ്സിനെ ഞാൻ നിരീക്ഷിക്കണം, എൻ്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും, ഇതാണ് നമ്മൾ നോക്കണം. ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കുവാനാണ് ഈ ശ്ലോകത്തിൽ നിർദ്ദേശിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കുവാൻ. ഇപ്പൊ നമ്മൾ ഈ ഓരോ കാര്യത്തിലോട്ട് ഇടപെടുമ്പോഴും എൻ്റെ ഇഷ്ടങ്ങളിലോ അനിഷ്ടങ്ങളിലോ വരുമ്പോൾ ഇതെന്റെ വാസനയാണെന്നും ഇത് ഞാൻ ഇങ്ങനെ ഇതിന് സെലക്റ്റീവ് ആവുകയാണെന്നും, അപ്പൊ ഇതൊക്കെ ഞാൻ ഈ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ വേണം. ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കുവാനാണ് ശ്ലോകത്തിൽ നിയന്ത്രിക്കുക. ഇത് ശരിക്കുള്ളത് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ വഴിയിലങ്ങ് വിടരുത്. മനസ്സുകൊണ്ട് അതിനെ മാനേജ് ചെയ്യണമെന്ന് പറയുക. കൂടുതൽ ദിവ്യവും ഉത്കൃഷ്ടവുമായ ഒരു വ്യവഹാര രംഗം മനസ്സിന് ഒരുക്കി കൊടുക്കുമ്പോഴേ അത് ഫലപ്രദം സാധിക്കുകയുള്ളൂ. മനസ്സിന്റെ എടുത്തുചാട്ടത്തെ വെറും ഇച്ഛാശക്തി കൊണ്ട് അടക്കി നിർത്താനുള്ള ശ്രമം വെള്ളപ്പൊക്കമുള്ളപ്പോൾ നദിയിൽ അണകെട്ടാൻ ഒരുങ്ങും പോലെ വൃഥാവിലാകുകയേ ഉള്ളൂ. ഈ നിയന്ത്രണം എങ്ങനെ സാധിക്കാമെന്ന് പിന്നീട് വിവരിക്കുന്നതാണ്. അതാ നമ്മള് എന്ത് പറയുന്നേ, നമ്മള് ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും ശമവും ദമവും, ഇതിനെ ടെക്നിക്കൽ ടേംസ് ആണിത് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇന്ദ്രിയങ്ങളെയും മാനേജ് ചെയ്യണം, മനസ്സിനെയും മാനേജ് ചെയ്യണം. രണ്ടിനെയും ഇപ്പം ഇന്ദ്രിയങ്ങളെയും മനസ്സുകൊണ്ട് മാനേജ് ചെയ്യണം. നമ്മള് ഇന്ദ്രിയങ്ങളെ നമ്മളങ്ങ് സപ്രസ് ചെയ്യും. ഇന്ദ്രിയ സുഖത്തിനെ ഞാൻ ഇനി അത് കഴിക്കത്തില്ല, അത് കാണത്തില്ല, അങ്ങോട്ട് പോകത്തില്ല, നമ്മൾ വളരെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതാ പ്രഷറൈസ് ചെയ്യരുത് നമ്മൾ ഇന്ദ്രിയങ്ങളെ. ഈ മനസ്സും ഇന്ദ്രിയങ്ങളുടെ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഈ മനസ്സുകൊണ്ട് കാര്യങ്ങളെ ഗ്രഹിച്ച് ഇതിങ്ങനെ ചെയ്താൽ എനിക്ക് കുഴപ്പമുണ്ടാവും, ഈ ഇന്ദ്രിയ സുഖത്തിന്റെ പുറകെ പോലെ എനിക്ക് അപകടം ഉണ്ടാവും. നമ്മൾ ഇത് കാര്യങ്ങളെ ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ എമോഷൻസിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഇന്ദ്രിയ സുഖത്തിന്റെ എനിക്ക് സുഖമുണ്ട്, ഇതിനെ കാര്യങ്ങളെ ഗ്രഹിക്കാതെ എനിക്ക് സുഖം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഈ സുഖത്തിന്റെ പുറകെ പോയാലോ ഒത്തിരി ദുരിതത്തിലോട്ട് പോകും. അപ്പം എൻ്റെ ഈ ജീവിതത്തിന്റെ അനുഭവം എങ്ങനെയാ ഉണ്ടാവുന്നതെന്നും എനിക്ക് നല്ല രീതിയിൽ എൻ്റെ അനുഭവങ്ങളിൽ കൂടി എനിക്ക് സ്വസ്ഥത വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പോകണം, എനിക്ക് ദുരിതമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. ഈ ഇന്ദ്രിയങ്ങൾ മനസ്സൊക്കെ അതിന്റെ തോന്നിപ്പാട് പോകും. അതേസമയത്ത് നമ്മളെങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തുന്നേ, നമ്മൾ കുട്ടികളെയൊക്കെ എങ്ങനെ വളർത്തുന്നേ, അത് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ അത് അങ്ങനെ അതിനെ ഒരു ഡിസിപ്ലിൻ വേയിൽ നമ്മൾ വളർത്തും എന്ന് പറയുന്നതോടെ നമ്മളെ ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ നല്ല ഒരു കുഞ്ഞിന്റെ സ്വഭാവം എവിടെ ആരാ രൂപീകരിക്കേണ്ടത്? അതിന്റെ മെയിൻ ഉത്തരവാദികൾ ആരാ? അച്ഛനും അമ്മയും. അതേപോലെ ഈ എന്നിലുള്ള ഒരു വിവേക ബുദ്ധിയുണ്ട്. ഈ അമ്മയുടെ അച്ഛന്റെ സ്ഥാനമാണ് വിവേക ബുദ്ധി. ഈ വിവേക ബുദ്ധി കൊണ്ട് വേണം ഈ കാര്യങ്ങളെയെല്ലാം ഗ്രഹിച്ച് ഈ വികാരം എന്ന് വെച്ചാൽ എന്തുവാ, എനിക്ക് ഇഷ്ടങ്ങളായോ ഇത് മതി, എനിക്ക് അല്ലാതെ ഒക്കത്തില്ല, അതിനെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ വേറെ വെളിയിൽ നിന്ന് ഒരാളല്ല, എന്നിൽ തന്നെ രണ്ട് വ്യക്തിത്വമുണ്ട്. സ്വാമിയുടെ പ്രഭാഷണം കേട്ടില്ലയോ, ഞാനും താനും. ഈ താനെന്ന് പറയുന്നതാണ് ഈശ്വരാംശം, ഞാനെന്ന് പറഞ്ഞ ഞാനെന്ന ഭാവമാണ്.
ഈ ഞാനെന്ന ഭാവം നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മൾ തന്നെ വേണം നമ്മളെ ഉദ്ധരിക്കാൻ, നമ്മളെ റിഫൈൻ ചെയ്യാൻ. എങ്ങനെ ഉദ്ധരിക്കണം? എനിക്കൊരു വിവേക ബുദ്ധി ഉണ്ട്, നമുക്കറിയാം ഇതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ. പക്ഷെ നമുക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാര്യം നടക്കണം, നമുക്കിപ്പോഴത്തെ കാര്യം നടക്കും. എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കാര്യം നടക്കും. നമ്മൾ അങ്ങനെ ശ്രദ്ധയാണ് ഇല്ലേ? ചൈനീസ് പ്രോഡക്റ്റ് പോലാണ്, യൂസ് ആൻഡ് ത്രോ. ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ, പിന്നെ എടുത്ത് കളയാം. ജീവിതം അങ്ങനെ ഒക്കത്തില്ല. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്നതാണ് എന്റെ സുഖത്തിന്റെ, എന്റെ സ്വസ്ഥതയ്ക്കും ദുരിതത്തിനും കാരണം. നമുക്കതിന് വളരെ സിമ്പിളായിട്ട് പറയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കള്ളം പറഞ്ഞാല് ആ കള്ളത്തിനെ നടത്താൻ ഞാൻ എന്തുമേണ്ടി സ്ട്രെയിൻ എടുക്കണം. സത്യം പറഞ്ഞാലോ ആ സ്ട്രെയിൻ ഇല്ല ഫ്യൂച്ചറിൽ. അപ്പൊ ഇതുപോലാണ് നമ്മൾ ധർമ്മത്തിൽ നിന്നാവും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഈ കാര്യങ്ങളെ ഈ എന്താണെന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഗ്രന്ഥങ്ങൾ പഠിക്കാത്ത ഒരാൾക്ക് മനസ്സിലാവുമോ? മനസ്സിലാകത്തില്ല. പക്ഷെ ഇതെല്ലാം പഠിച്ചു പറയുമ്പോൾ നമുക്ക് തന്നെ കൺവിക്ഷൻ വരും. നമ്മൾ ആരോടും ഒരു ഡൗട്ടും ചോദിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെ നമുക്ക് തന്നെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് മാത്രം. പക്ഷെ നമ്മൾ ഗ്രഹിച്ചാൽ നമ്മൾക്ക് ഈ രീതിയിൽ എന്റെ ചിന്തകളെ ഞാൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. സപ്രഷൻ അല്ല, റെഗുലേഷൻ, മാനേജ്മെന്റ് ആണ്. അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കും. നമ്മളിങ്ങനെ വികാരം കൊണ്ട് തള്ളിച്ചയിലോട്ട് പോകത്തില്ല. വിഷമം ഇതെല്ലാം വരണം, വികാരങ്ങൾ തീർച്ചയായിട്ടും വരണം. കാരണം എന്റെ ഓരോ അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളെ പ്രകടിപ്പിക്കാനാ വികാരങ്ങള്, കർമ്മം ചെയ്യാനല്ല. കർമ്മം വിവേകത്തിൽ ചെയ്യണം. എന്റെ സുഖാനുഭവവും ദുഃഖാനുഭവവും വിരസതയും അസൂയ, ഇങ്ങനെ പല കോപം, ദേഷ്യം വരും നമുക്ക്. ഈ അവസ്ഥകൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടില്ലയോ? കുഞ്ഞിനോട് ദേഷ്യപ്പെടും. നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളോട് നമ്മൾ ദേഷ്യപ്പെടും ഇല്ലയോ? നമ്മൾ ദേഷ്യപ്പെടുന്നില്ലയോ? ഭയങ്കര വിരട്ടും. ആ ദേഷ്യപ്പെടിയില് അതിന്റെ പുറകില് വല്ല ഇതുകൊണ്ടോ? അതുപോലെ ആയിരിക്കണം നമ്മുടെ ദേഷ്യം. ആ കുഞ്ഞിനോട് ആ ദേഷ്യം പ്രകടിപ്പിച്ച് കാണിക്കുന്നതല്ലാതെ അതിന് ഒരു പ്രതികാര ബുദ്ധിയിൽ അതിനോട് പെരുമാറുവോ? ഇല്ല. നമ്മുടെ അവസ്ഥകളെ പ്രകടിപ്പിക്കാനാണ് വികാരങ്ങൾ, അല്ലാതെ കർമ്മം ചെയ്യാനല്ല. ഈ കർമ്മത്തെ അതാ പറഞ്ഞു, ഈ കർമ്മത്തിനെ നല്ല നേരായ രീതി ചെയ്യണമെന്നുണ്ടെങ്കിലോ വിവേകത്തിനെ യൂസ് ചെയ്യണം. എന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കർമ്മം ചെയ്യുന്നതിന് പുറകിലുള്ള ചിന്തയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി എന്റെ എമോഷൻസുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് പൊല്യൂഡായി കർമ്മം ചെയ്യരുത്. എന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് എനിക്ക് വികാരങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിന്റെ വികാര തള്ളിച്ചതിലോട്ട്, ആധിക്യത്തിലോട്ട് പോരുത്. ഒന്നിനും ആധിക്യം പാടില്ല. ആസക്തി അല്ലെങ്കിൽ ആധിക്യം, അതെല്ലാം അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കിൽ, അതിന്റെ ഒരു നമ്മൾ ഓരോരുത്തരും ഡിസൈഡ് ചെയ്യണം നമ്മുടെ ആ മിനിമം ഏതാണെന്നുള്ളത് എല്ലാവർക്കും. അല്ലാതെ ഒരു കോമൺ മിനിമം എല്ലാവർക്കും പൊതുവെ പറയാൻ പറ്റത്തില്ല. ഓരോ സ്വഭാവം ഓരോ വ്യക്തികൾക്കും അവരവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഒരു ഗുരുവിനും ശിഷ്യനെ അങ്ങനെ അങ്ങ് ഉയർത്താൻ പറ്റത്തില്ല. ആ ശിഷ്യന്റെ പ്രയത്നമാണ് ഇത്. ഗൈഡൻസ് ഗുരുവിന് കൊടുക്കാൻ പറ്റും. ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ ഗൈഡ് ചെയ്യാൻ, ഇതാണ് നമ്മുടെ ഗുരു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഗുരുവിന്റെ സ്ഥാനത്താണ് പറഞ്ഞത്. നമ്മുടെ ഇത് ഭഗവത്ഗീതയാണ് ഗുരു. ഈ കൃഷ്ണൻ പറഞ്ഞേക്കുന്ന ഈ തത്വങ്ങളാണ് ഗുരു. ഇതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലാതെ ഈ തത്വങ്ങൾ കൊണ്ട് ഞാൻ ഉയരുവോ? ഈ തത്വങ്ങൾ എൻ്റെ സ്വഭാവമായി മാറിയാൽ എനിക്ക് സ്വസ്ഥതയായി. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ഈ കർമ്മം ചെയ്യുന്നത് വിവേക ബുദ്ധിയിലായിരിക്കണം, വികാര ബുദ്ധിയിലായിരിക്കരുത്. ഈ ബുദ്ധി വികാരമായിട്ട് ചേർന്ന് പോരുത്, വിവേകത്തിൽ ചേർന്ന് നിൽക്കണം. പക്ഷെ ഇതിനിടയ്ക്ക് എന്തുകൊണ്ട്? നമ്മുടെ വാസനയുണ്ട്. ഈ വിവേകത്തിനെയും ബുദ്ധിയും തമ്മിൽ ഇടയ്ക്ക് ഒരു വാസന മറയുണ്ട്. അതിനെയാണ് നമ്മൾ അറിയേണ്ടത്. എന്റെ വാസനയാണെന്നും ഇതെന്റെ മായ. ഈ വാസന വെച്ചാൽ മായ. എന്തുവാണ് മായ? ഇല്ലാത്തതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഉള്ളതിനെ കാണിച്ചു തരാതെ ഇല്ലാത്തതിനെ ചൂണ്ടിക്കാണിക്കോ. നിന്റെ സുഖം, നിന്റെ സുഖം ഇതിന്റെ പറയിപ്പിക്കൂ. ഞാനൊരു ഈശ്വരന്റെ അംശമാണെന്നുള്ളതിനെ മറക്കുകയാണ് എന്റെ വാസന, എന്റെ സ്വഭാവം, എന്റെ കർമ്മഫലം, എന്റെ സംസ്കാരം. അപ്പം ഇതിനെ നമ്മളെല്ലാം മനസ്സിലാക്കിയാലോ നമ്മൾ ശരിക്കും നമ്മളേക്ക് വേണ്ട രീതിയിൽ കർമ്മം ചെയ്യാൻ തുടങ്ങും. വിവേക ബുദ്ധിയിൽ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കുവാനാണ് ഈ ശ്ലോകത്തിൽ നിർദ്ദേശിക്കുന്നത്. കൂടുതൽ അപ്പൊ മനസ്സിന് എവിടെങ്കിലും ഇല്ലേ വള്ളിച്ചെടി പോലെ, വള്ളിക്ക് തന്നെ വളർന്ന് മേപ്പോട്ട് പോകാൻ പറ്റുമോ? എവിടെങ്കിലും ഒന്ന് പറ്റിച്ചേർന്ന് വേണോ? ഇതുപോലാണ് മനസ്സ് ഒന്നി ഈ വിഷയസുഖത്തിന്റെ പുറകെ, ഇല്ലെങ്കിലോ എന്നിലുള്ള ഒരു ഈശ്വരാംശത്തിലോട്ട് ഫിക്സ് ചെയ്ത് വിറ്റ് വേണം. നമ്മൾ ഈ ഇന്ദ്രിയ സുഖത്തിന്റെ പുറകിലോട്ട് അതിനെ ഇങ്ങനെ വളർത്തി കൊടുക്കരുത്. നമ്മുടെ മനസ്സിനെ
ഈ വിവേകമായിട്ട് ആ വിവേകത്തിൽ ചേർന്ന് പോവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ എന്തുവാ, എന്റെ ബുദ്ധിയെ വിവേകത്തിൽ ചേർത്ത് നിർത്താൻ, അങ്ങനെ അത് മേപ്പോട്ട് വളരണം. അല്ല വികാരത്തിന്റെ കൂടെ ഇങ്ങനെ എന്റെ ബുദ്ധി വളർന്നു വന്നാലോ എന്നെ ദുരിതത്തിലോട്ട് കൊണ്ടുപോകും. എന്റെ മനസ്സിങ്ങനെ തന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സപ്പോർട്ട് വേണം അതിനെ നമ്മളിലുള്ള ഈശ്വരാംശമായ വിവേകത്തിലോട്ട്. എന്നിലൊരു ഈശ്വരാംശമുണ്ട്, അത് ഒരിക്കലും മാറാത്തതാണ്. ബാക്കിയെല്ലാം മാറുന്നതാണ്. എന്റെ വികാരം വെച്ചാൽ എന്തുവാ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളാ. എന്റെ ബന്ധുക്കളെ എനിക്ക് ഇഷ്ടമാ, എന്റെ ശത്രുക്കളെ എനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം മാറിക്കൊണ്ട് ഞാൻ ഇന്ന് ബന്ധുവായിട്ടിരിക്കുന്ന ആൾ നാളെ ശത്രുവാകും. അത് ആരായാലും, അച്ഛനായാലും അമ്മയായാലും മക്കളായാലും. ഇതെല്ലാം മാറ്റമില്ലാത്ത ഒന്നുള്ളത് എന്തുവാ, എന്നിലുള്ള ഒരു ഈശ്വര ചൈതന്യം, ഡിവൈൻ പവറാ. അതിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മളിപ്പോ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈശ്വരനാകുന്നു. എനിക്ക് എന്തോന്നു, ഞാൻ അത്രത്തോളം കഴിവില്ല, ഒന്നും പഠിച്ചാലും മനസ്സിലാവത്തില്ല. നമ്മളിങ്ങനെ ചില ജസ്റ്റിഫിക്കേഷൻസ്, ഈ അർജുനൻ പറഞ്ഞ പോലെ, ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. നമ്മളിങ്ങനെ മനുഷ്യ ജന്മം എടുത്തിട്ട് ഇല്ലേ, എന്തുവാ, മനുഷ്യബുദ്ധിയിലല്ല പറയുന്നത്, മൃഗബുദ്ധിയിലാ പറയുന്നത്. എനിക്ക് എല്ലാ കഴിവും, നമുക്കറിയാമല്ലോ, ചില കുട്ടികള് ചെറുപ്പകാലത്ത് ബാല്യകാലത്ത് പഠിക്കുമ്പോഴേ നമുക്കറിയാം അവന് ശരിക്കും പഠിക്കുന്നില്ല, അവന്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല, അവൻ ഉഴപ്പി നടക്കുക. അവൻ ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ചാലോ നല്ലൊരു ഭാവിയുണ്ട്. അവൻ തന്നെ ആവശ്യമില്ലാതെ അവന്റെ ഭാവി നശിപ്പിക്കുക, ഇല്ലയോ? പക്ഷെ ആ കുട്ടി അറിയുന്നുണ്ടോ അത് ഞാൻ എന്റെ ഭാവി നശിപ്പിക്കുവാണെന്ന്? അപ്പോഴുള്ള സുഖങ്ങളിൽ പെട്ടിങ്ങനെ ജീവിതത്തിനെ ഒരു നാശത്തിലോട്ട് നയിക്കുക. ഇതേപോലെ തന്നെയാണ് വലിയവരായ നമ്മളും. കുട്ടികളുടെ കാര്യത്തിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമ്മുടെ കാര്യത്തിൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ വികാരത്തിന്റെ പുറകെ ഇങ്ങനെ അലഞ്ഞു തിരിയുക, ഇഷ്ടാനിഷ്ടങ്ങളുടെ പുറകിൽ. അതേസമയത്ത് എന്നിലുള്ള ഈശ്വരനും തിരിച്ചറിവ് നമുക്ക് ഇതൊക്കെ പഠിച്ചാൽ പോലും നമ്മൾ ഇതിനെ വലിയ കാര്യമാക്കുന്നില്ല. നമുക്ക് ആ പാടിഞ്ഞി കുറച്ച് ജീവിതമേ ഉള്ളൂ. അടുത്ത നിമിഷം എത്ര നിമിഷം ഉണ്ടെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ഈ മനസ്സിനെ ഇതിൽ ഉറപ്പിച്ചാൽ ജന്മം ഉയരും. എന്തുവായാലും ഈ ശരീരം കൊണ്ട് പോകുന്നുണ്ട്, ഞാൻ അവസാനിക്കുന്നില്ല, എന്റെ ഈ ശരീരം നശിച്ചു പോകും, അത് സത്യമാണ്. പക്ഷേ ജീവാത്മാവായി ഞാൻ നശിക്കുന്നില്ല. എന്റെ വാസനകൾ ഉള്ളിടത്തോളം കാലം ശരീരം എടുത്തുകൊണ്ടേയിരിക്കും. ഈ ജന്മം തന്നെ ഞാൻ എത്രയോ ശരീരങ്ങൾ എടുത്തു. അപ്പോ ഈ ശരീരത്തിന് ജീർണിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ബാക്കി വാസനകളെ അനുഭവിക്കാൻ ഈ ശരീരം പ്രാപ്തമല്ലെങ്കിൽ ഈ ശരീരം വിട്ട് വേറെ ശരീരത്തിലോട്ട് ഞാൻ പോയിരിക്കും. അത് ഈ ശരീരം പോകുന്നത് എന്റെ അവസാനമല്ല. അപ്പൊ എനിക്കിനി ഒരു യാത്രയുണ്ടെങ്കിൽ അത് എത്രത്തോളം സുഖപ്രദവും സൗകര്യപ്രദവും ആയിരിക്കണം, ഇല്ലയോ? അത് ഭയങ്കര ദുർഘടമായിട്ട് പോണോ യാത്ര? അത് നമ്മളത് തീരുമാനിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ പരിശീലിക്കാം, ഈ സമയമുണ്ടല്ലോ. എത്ര സമയമുണ്ട് ആർക്കറിയാം? നമ്മൾ ഇതിനെയൊക്കെ വളരെ തീവ്രമായി കാണണം, അല്ലാതെ ഒരു അലസഭാവത്തിൽ കാണരുത്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതിനെയും കേൾക്കുന്നതിനെയും ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിക്കണം. കൂടുതൽ ദിവ്യോ ഉത്കൃഷ്ടമായ ഒരു വിഹാര രംഗം മനസ്സിന് ഒരുക്കി കൊടുക്കുമ്പോഴേ ഇത് ഫലപ്രദം സാധിക്കുകയുള്ളൂ. എന്തോ ഫലപ്രദം സാധിക്കുകയുള്ളൂ? ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കുമ്പോൾ. ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം, നമ്മൾ സപ്രഷൻ ചെയ്യരുത്. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ വിവേകത്തിലോട്ട് വെക്കാൻ പഠിക്കണം. എപ്പോഴും എന്റെ വികാരത്തിലോട്ട് ചാഞ്ഞിരിക്കരുത്. എന്നുവെച്ചാൽ എന്റെ ബുദ്ധി വികാരങ്ങളുമായിട്ട് അലൈനാകരുത്. എപ്പോഴും എന്നിലൊരു ഈശ്വര ചൈതന്യമുണ്ട്, എനിക്ക് ഡയറക്ഷൻ കിട്ടണം. ആ ഡയറക്ഷൻ എന്തുകൊണ്ടാ കിട്ടാത്തത് നമുക്ക്? ഞാൻ എപ്പോഴും വികാര തള്ളിച്ചേലിരിക്കുക, അനാവശ്യമായ വികാരങ്ങൾ വന്നങ്ങ് ഈ സത്യങ്ങളെ നിരന്തരം ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വികാര തള്ളിച്ച വരത്തില്ല. പഴമക്കാരെ പറയത്തില്ലയോ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആ വികാരത്തിൽ നിന്ന് മാറണം. അതിനാണ് എടുത്തു ചാടി ഉടനെ ചെയ്യരുതെന്ന് പറയുന്നതിന് കാരണം. എനിക്ക് ആദ്യം വികാരം ഉണ്ടാവും, ആ വികാരം ഉണ്ടാകുന്ന സമയത്ത് തന്നെ കർമ്മം ചെയ്യരുത്. അതിനെ ഒരു ടൈം കൊടുക്കുമ്പോൾ, ഒന്ന് പോസ് ചെയ്യുമ്പോൾ എന്നിലുള്ള ആ ഡയറക്ഷൻ എനിക്ക് കിട്ടും. നമ്മൾ രാത്രി കിടക്കുമ്പോഴേ നമുക്ക് തോന്നുമല്ലോ, പക്ഷെ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ആ സമയത്ത് വന്നില്ല? ഞാൻ വികാരത്തിൽ തള്ളിച്ചേലിരിക്കുകയായിരുന്നു. അതിന് വരാൻ സ്പേസ് ഇല്ല, ഇടമില്ല. ആ ഈശ്വര ചൈതന്യത്തിൽ നിന്നുള്ള ഡയറക്ഷൻ ഇത് നമ്മുടെ മനസാക്ഷിയാണ്. ഈ വിവേകം എന്ന് പറഞ്ഞാൽ എന്താ? വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റലിജൻസ്. എന്നിലുള്ള മനസാക്ഷിയാണ്. മനസാക്ഷി നമ്മൾ പലതും പറയുന്നുണ്ട്, പക്ഷെ ഞാനപ്പോ എന്നെ ജസ്റ്റിഫൈ ചെയ്യും. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെയാ? ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന ഇവിടെ ഗീതാ ക്ലാസ് നടക്കുമ്പോഴേ അതിന് കളിക്കും, അതിന്റെ കൂടെ കളിയുണ്ട്.
ഇപ്പൊ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചു 1ലും 2ലും 3ലും 4ലും ഒക്കെ അന്നേരം ഇങ്ങനെ കളിക്കുമ്പോഴേ ഒരു കുട്ടി മറ്റേ കുട്ടികളുടെ ഇതിനെ ചീറ്റ് ചെയ്യുമായിരുന്നു. അവരുടെ അടുക്ക് പോയി ആ കോയിൻ അടിച്ചിട്ട് എടുത്ത് കെടുക്കുക അങ്ങനെ. പക്ഷെ മറ്റുള്ളവർ കുട്ടികളല്ലേ, അവർക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചീറ്റ് ചെയ്യരുത്, കളിയിലെ കറക്റ്റ് സത്യസന്ധമായിട്ട് ചെയ്യണം. മറ്റേ അവിടെ പോയി എന്തിനാ ആ തെറ്റ് കാണിച്ച് അവിടെ എന്തിനാ പയ്യനെ ചീറ്റ് ചെയ്ത് ചീറ്റ് ചെയ്യാതെ ഇന്നത്തെ കാലത്ത് ജയിക്കാൻ പറ്റുമോ സാർ ചോദിക്കുമ്പോഴേ ആ കുട്ടി മനസ്സിലാക്കിയിരുന്നത് ചീറ്റ് ചെയ്യണം, ജയിക്കണം എന്നുണ്ടെങ്കിൽ ചീറ്റ് ചെയ്യണം. എവിടുന്ന് കിട്ടിയത്? അതാ പറഞ്ഞത്, നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ സംസ്കാരം, അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ സംസ്കാരം. നമ്മളെ അച്ഛനും അമ്മയും കള്ളം പറയും, പക്ഷെ മക്കൾ കള്ളം പറയുമ്പോൾ വഴക്ക് പറയും. എങ്ങനെ ശരിയാവും? അപ്പൊ നമ്മൾ ഈ വാല്യൂ അധിഷ്ഠിതമായിട്ട് ജീവിച്ചാൽ നമ്മുടെ മക്കളും ആ രീതി എന്ന് പറയുന്ന പോലെ നമുക്ക് എപ്പോഴും ഈ വികാരത്തിന് അടിമപ്പെട്ട് എന്നുവെച്ചെന്തുവാ ഞാനും എൻ്റെ എന്നുള്ള ഭാവത്തിൽ പോകുമ്പോൾ എനിക്ക് പല ക്രൂക്കഡ് വേസും വരും. പക്ഷേ അങ്ങനെയൊക്കെ പോയാലോ ജീവിതം ദുരിതത്തിലോട്ടേ പോകത്തുള്ളൂ. ശാന്തി സമാനം സ്വസ്ഥതയും വേണമെങ്കിലോ നമ്മൾ വിവേകത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ പഠിക്കണം. അത് കൊച്ചിലേ പരിശീലിക്കണം. ബ്രഹ്മചര്യത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി ഗൃഹശാസ്ത്രത്തിൽ അതിന്റെ ആപ്ലിക്കേഷൻ വന്ന് ഗൃഹശാസ്ത്രത്തിൽ നിന്ന് പിന്നെ വിഡ്രോവൽ ആവശ്യമാണ്. കാരണം എൻ്റെ മനസ്സിനെ ഈ ആഗ്രഹങ്ങളുടെ പുറകെ വിട്ട് ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് പിന്നെ ആഗ്രഹങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റണം. എനിക്ക് ഇനി പോകേണ്ടത് വേറെ സ്ഥാനത്തോട്ടാണ്. വാസനകളെ ഞാൻ മൊത്തം അനുഭവിക്കാൻ പറ്റത്തില്ല. എനിക്ക് അടുത്ത ഒരു വിഡ്രോ വാനപ്രസ്ഥമുണ്ട്. ഗൃഹശാസ്ത്രം നമ്മൾ വാനപ്രസ്ഥോട്ട് പോകണം. എന്തുവായി വാനപ്രസ്ഥം? എനിക്ക് അടുത്ത ഈ ആഗ്രഹങ്ങളിൽ മനസ്സിനെ വിഡ്രോ ചെയ്ത് ഗൃഹശാസ്ത്രം നമ്മൾ എന്താ ചെയ്യുന്നത്? സകാമ കർമ്മമോ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മമോ ചെയ്യുന്നത്. ഗൃഹശാസ്ത്രം കഴിഞ്ഞാലോ വാനപ്രസ്ഥം, അവിടെ നിഷ്കാമമാണ്. ഞാൻ എൻ്റെ എന്നുള്ള രീതിയിലായിരിക്കരുത് കർമ്മം ചെയ്യുന്നത്. നമ്മൾ എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്യാൻ പഠിക്കണം. നമ്മുടെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിനെ ഡിറ്റാച്ച് ചെയ്യാൻ പഠിക്കണം. അവരെ തള്ളിക്കളഞ്ഞിട്ട് വേറെ കാട്ടിൽ പോയിരിക്കാനല്ല. അവരെ കൂടെ ഇരിക്കുമ്പോഴും അറ്റാച്ച്മെന്റ് അത് ഡിറ്റാച്ച്മെന്റിലോട്ട് മാറണം. ഇന്ന് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരം ജീർണിച്ചിരിക്കുമോ, നമുക്ക് ഈ ലോകത്തിനനുസരിച്ച് പോകാൻ പറ്റത്തില്ല ഇനിയുള്ള കാലം. അപ്പൊ മനസ്സിനെ പരിശീലിപ്പിക്കണം. അല്ലെങ്കിലോ ദുരിതമായിരിക്കും. നമ്മുടെ പ്രതീക്ഷകൾ ഒന്നും നടക്കത്തില്ല. കാരണം നമ്മുടെ കൂടെയുള്ളവരെല്ലാം ആരോഗ്യവതികളായിരിക്കും, ആരോഗ്യവാന്മാരായിരിക്കും. അവർക്ക് ഈ ലോകം മുന്നോട്ട് പോയേ പറ്റൂ. എന്റെ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ കൂടെ തിരിക്കുന്ന ബന്ധുക്കളും ഒക്കെയാണ് എന്റെ ലോകം. ആ ലോകത്തിന് മുന്നോട്ട് പോയേ പറ്റൂ. പക്ഷെ ഞാനോ എന്റെ ശരീരം അവിടെ ജീർണിച്ച് ഇതായി കഴിഞ്ഞാലോ പിന്നെ മൂവ്മെന്റ് ഒക്കത്തില്ല. പക്ഷെ ഈ ലോകത്തിന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പക്ഷെ ഇതൊക്കെ എന്നെ ആരും നോക്കുന്നില്ല, ആർക്കും ഇപ്പൊ എന്നെ വേണ്ട, ഞാനും വേണമായിരുന്നു എല്ലാത്തിനും. നമ്മളിങ്ങനെ ഈ മനസ്സങ്ങോട്ട് പ്രതീക്ഷകളിൽ അത് നമ്മുടെ ദുരിതമായിട്ട് മാറും, ജീവിത ദുരിതം. അല്ല വിശപ്പിന്റെയോ വസ്ത്രമില്ലായ്മയുടെ വീടില്ലായ്മയുടെ ദുരിതമാണോ അവസാന കാലത്ത്? അതുകൊണ്ട് എന്തുവാ എല്ലാത്തിനും മൂശേട്ടയും ദേഷ്യവും പിടിവാശിയും ഇതായിരിക്കും പൊതുവെ കാണുന്ന ഒരു വാർദ്ധക്യത്തിന്റെ ലക്ഷണം. അത് എന്തുകൊണ്ടാണ്? മനസ്സിനെ പരിശീലിക്കുന്നില്ല, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാകാതെ ജീവിക്കുന്നു. ഏതോ ഒരു സങ്കല്പ ലോകത്തിൽ. ആ സങ്കല്പം പോലാണോ ജീവിതം? നമ്മളെല്ലാം സങ്കല്പിച്ച് ഒരു ഡയറക്ഷനിൽ കൂട്ടുന്നു, യാഥാർത്ഥ്യം വേറെ ഡയറക്ഷനിൽ പോകുന്നു. അത് സത്യമല്ലേ? അപ്പോ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ച് മുന്നോട്ട് ചിന്തിച്ച് മനനം ചെയ്തെല്ലാം അനുസരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു മാനേജ്മെന്റ് നമുക്ക് മനസ്സിലാവും. മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നത് കർമ്മയോഗത്തിന്റെ ഒരു വശം മാത്രമാണ്. സാധാരണഗതിയിൽ നമ്മുടെ വീര്യം ഒട്ടുമുക്കാലും ചെലവഴിക്കപ്പെടുന്നത് ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ധാരാളം ഊർജം സംഭരിപ്പിക്കപ്പെടും. അതിനെ കൂടുതൽ ഗുണപ്രദമായ ഒരു കർമ്മരംഗത്തേക്ക് ഉടനെ തിരിച്ചുവിട്ടില്ലെങ്കിൽ അത് അന്തരംഗത്തിൽ കുലംകുത്തി ഒഴുകി ചിലപ്പോൾ സമചിത്തതയെ തന്നെ തകർത്ത് കളയും. അതിനാൽ ഈ സംവൃത വീര്യം പാഴായി പോകാതിരിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് ഈ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം നിർദ്ദേശിക്കുന്നു. നമ്മളിങ്ങനെയൊക്കെ മനസ്സംയമനം ഇന്ദ്രിയ സംയമൊക്കെ ഫലത്തിൽ നമുക്ക് ഒത്തിരി ഊർജങ്ങൾ വരും. അതിന് വേണ്ട വഴിക്ക് തിരിച്ചുവിടണം. ഇല്ലെങ്കിലോ നമുക്ക് ഉള്ളിൽ തന്നെ ചിത്തഭ്രമം ഉണ്ടാവും. കർമ്മേന്ദ്രിയങ്ങളെ അതതിന്റെ രംഗത്ത് ഫലപ്രദമായി നിയോഗിക്കുന്നതിന് ഈ ഊർജത്തെ കർമ്മേന്ദ്രിയങ്ങളെ അതതിന്റെ രംഗത്ത് ഫലപ്രദമായി നിയോഗിക്കുന്നതിന് ഈ ഊർജത്തെ സാധകൻ ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ അതിപ്രധാനമായ ഒരു മുന്നറിയിപ്പ് സ്നേഹപൂർവ്വം നൽകപ്പെട്ടിട്ടുണ്ട്. തികച്ചും അസക്തനായി വേണം കർമ്മം. ആസക്തി ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്യണം. ഞാനെന്ത് ആസക്തി എന്താ? നമ്മൾ അതിര് വിട്ട് ഞാൻ എൻ്റെ എന്നുള്ള എനിക്ക് വേണം എന്നുള്ള ആ ഒരു ആസക്തി വരും. ആസക്തി ഇല്ലാതെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ പഠിക്കണം. വന്നാലും ശരി, വന്നില്ലേലും ഓക്കെ, എനിക്ക് രണ്ടിനും വേണം. ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷെ വന്നില്ലേ, ആ രീതിയിലായിരിക്കണം. ഈ ഊർജത്തിനെ അങ്ങനെ തിരിച്ചുവിടണം.
അതേസമയത്ത് കിട്ടണം എന്നുള്ള അതേ സ്വാർത്ഥയിൽ ഇരുന്നാലോ നമ്മൾ ശിഥിലമായി പോകും. ക്യാമറയിൽ സാധാരണ കടലാസാണ് വെച്ചെങ്കിൽ ലെൻസ് എത്ര നേരം തുറന്നിരുന്നാലും ഛായാപടം കിട്ടുകയില്ല. എന്നാൽ ആ കടലാസ് പ്രകാശ പ്രവർത്തനവുമായി പ്രതിസ്പന്ദിക്കുന്നതാണെങ്കിൽ അല്പസമയം തുറന്നാൽ തന്നെ അതിൽ ഫിലിം ആണെങ്കിൽ ആ ഛായയിൽ പതിയുന്നു. അതുപോലെ ആസക്തി പുരണ്ട മനസ്സ് വിഷയസമ്പർക്കം ചെയ്യുമ്പോൾ വാസനകൾ ശേഖരിക്കപ്പെടുന്നു. ആസക്തിയില്ലാതെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അങ്ങനെയായാൽ നമ്മുടെ ഉള്ളിൽ നിലവിലുള്ള വാസനാ മാലിന്യങ്ങൾ ഇല്ലാതാകും, പുതിയ ഉണ്ടാകും. ഇതാ കർമ്മയോഗത്തിന്റെ പ്രിൻസിപ്പിളായി പറയുന്നത്. നമ്മൾ ആസക്തിയോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ കർമ്മഫലം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആസക്തി ഇല്ലാതെ ചെയ്താലോ, കിട്ടിയാലും ഓക്കെ കിട്ടിയില്ലെങ്കിലും ഓക്കെ ആണെങ്കിലോ എനിക്ക് പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാകത്തില്ല. ഗീത പഠിക്കുന്ന ആർക്കും സംശയത്തിന് യാതൊരു പഴുതും കണ്ടെത്താനാവാത്ത വിധം അത്രമാത്രം ശാസ്ത്രീയവും യുക്തിയുക്തവുമായാണ് ഈ സിദ്ധാന്തത്തെ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ സാധാരണഗതിയിൽ ആത്മാവിന്റെ ബന്ധത്തിന് കാരണമാകുന്ന കർമ്മത്തെ തന്നെ അതിന്റെ മുക്തിക്ക് വേണ്ടിയും ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് വ്യക്തം. നമ്മൾ ഈ കർമ്മത്തിൽ കൂടെയാണ് ബന്ധങ്ങൾ ബന്ധനമാവുന്നത്. നമ്മൾ ആസക്തിയില്ലാതെ ചെയ്താലോ നമ്മൾ ഒന്നിലോട്ടും കുടുങ്ങിപ്പോകത്തില്ല, ബന്ധനസ്ഥനാവത്തില്ല. ഇതൊരു പ്രിൻസിപ്പിൾ നമ്മൾ പരിശീലിച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ ഗുണം മനസ്സിലാവുന്നത്. നമുക്ക് പറയുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ പരിശീലിച്ച് പോകുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാവും. അല്ലാതെ ഇതൊക്കെ സാധ്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് നിരന്തരം മനനം ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി 2 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ചോദ്യമല്ല. എന്താണ് തോന്നുന്നത് ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ശരി, നമുക്ക് നാളെ കാണാം.